ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ സാധ്യതയേറി. മത്സര സാധ്യത ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡും തള്ളിയില്ല. ഉമ്മൻചാണ്ടി ജയസാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥിയാണെന്ന് മുല്ലപ്പള്ളിയും പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ആലോചിച്ച ശേഷം മികച്ച സ്ഥാനാർത്ഥി നടത്തി പരമാവധി സീറ്റുകൾ കേരളത്തിൽ നേടിയെടുക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഉമ്മൻചാണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും എവിടെയും നിർത്താൻ സാധിക്കുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം എവിടെ നിന്നാലും വമ്പിച്ച വോട്ടിന് ജയിക്കും, ഒരു സംശയമില്ല. As far as selection of candidates is concerned, you are aware that we have a process, and in that process, certainly we seek views from the committees at the local level, including the district Congress committees. Subsequently, the Pradesh Election Committee will meet. We will have screening committees. And after the screening committee, the proposals will go to the Central Election Committee, where final decisions are taken. While this process is going on, certainly there will be suggestions made from time to time as to what should be happening, but this is the process which we normally follow. ഹൈക്കമാൻഡ് അത്ര നിർദ്ദേശം വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ ജയിക്കുമെന്നാണ് കെ സുധാകരൻ ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ മത്സരിക്കാൻ നേതാക്കന്മാർക്കിടയിൽ ഒരു വലിയ താല്പര്യമുണ്ട്. അതിന് സാധ്യത എന്താണ്? ടോബി ജോൺസണുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ടോബി, ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡും ഒന്നും അദ്ദേഹത്തിന്റെ ഒരു മത്സരിക്കാനുള്ള സാധ്യതയെ തള്ളി പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മത്സരിക്കുമെന്നൊരു സൂചന തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ആ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഉമ്മൻചാണ്ടി നിലവിൽ അതായത് ഹൈക്കമാൻഡിൽ നിന്നും ഒരു നിർദ്ദേശം വന്നാൽ മത്സരിക്കാം എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഇവിടെ നിന്നും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ലോക്സഭയിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം വളരെ കുറവാണ്. നമ്മൾ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള അടുത്ത വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ കോൺഗ്രസിന്റെ പാർട്ടിക്കുള്ളിൽ നടക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും മുഗൾ വാസനിക്ക് അടക്കമുള്ള കേരളത്തിന്റെ ചുമതലയുള്ള മുഗൾ വാസനിക്ക് അടക്കം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഒരുപക്ഷെ ഇടപെടലൊക്കെ നടത്തിയാൽ ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നിയമസഭയിൽ 48 വർഷം തുടർച്ചയായി MLA എന്ന നിലയിൽ അദ്ദേഹം വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു 50 വർഷം പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം അടുത്തു നിൽക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. ഉമ്മൻചാണ്ടി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയെങ്കിലും ഒരുപക്ഷെ അത് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണമായി നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഉമ്മൻചാണ്ടിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയത്തിൽ നിന്നും കേരള രാഷ്ട്രീയത്തിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാൻ താല്പര്യമില്ല, ലോക്സഭയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു തീർച്ച അല്ലെങ്കിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് പക്ഷേ ജയസാധ്യത കൂടുതലുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് മുല്ലപ്പള്ളിയും പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? അദ്ദേഹം മത്സരിക്കാനൊരു സന്നദ്ധത അറിയിച്ചാൽ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു സാധ്യത തന്നെയല്ലേ ഉണ്ടാവുക? ഉറപ്പായും ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് മധ്യ കേരളത്തിൽ കാര്യമായിട്ടുള്ള ചലനം UDF ഉണ്ടാക്കാൻ സാധിക്കും. അതുതന്നെയാണ് മുല്ലപ്പള്ളി അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ഒരു നിലപാട് പറയാനുള്ള പ്രധാന കാരണം. അതായത് ഉമ്മൻചാണ്ടി ഇടുക്കിയിലോ കോട്ടയത്തോ മത്സരിക്കുകയാണ്